എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ നഗരസഭ പൊതുമരാമത്ത് ഫണ്ട് ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതിനെതിരെ രൂക്ഷ വിമർശനവുമായി ഭരണപക്ഷ കൗൺസിലർ രംഗത്ത്. ഫണ്ടിൽ ചിലവഴിച്ചത് 22% മാത്രമാണെന്ന് ജനതാദൾ എസ് അംഗവും നിലമ്പൂർ നഗരസഭാ അംഗവുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ പറഞ്ഞു. നിലമ്പൂരിലെ ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുമ്പോഴാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായത്. നാടിന്റെ വികസനമല്ല, അഴിമതി ഭരണമാണ് ഭരണസമിതിക്ക് താൽപര്യമെന്നും ഇസ്മായിൽ എരഞ്ഞിക്കൽ ആരോപിച്ചു. പ്രതിപക്ഷത്തിന് നേരെയും രൂക്ഷ വിമർശനം ഉയർത്തി. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 4 വർഷമായി പുതിയ ഭരണസമിതി വന്നിട്ട് വികസനങ്ങള് അതുപോലെ തന്നെ അവാർഡുകളൊക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കല്ലാതെ അടിയന്തരമായി ചെയ്യേണ്ട പൊതുമരാമത്ത് വകുപ്പിലെ റോഡുകളും റീടാർ ചെയ്യേണ്ടതും കോൺക്രീറ്റ് ചെയ്യേണ്ടതുമായ അടിയന്തര കാര്യങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷം 12.5 കോടിയാണ് നമ്മൾ ഫണ്ട് ഉണ്ടായിരുന്നത്. ഈ 12.5 കോടിയിൽ ആകെ ചെലവഴിച്ചത് 22% മാത്രമാണ്. അതുകൊണ്ട് തന്നെ 9 കോടി രൂപയോളം ലാപ്സായി കളഞ്ഞേക്കാണ് ഫണ്ട്. അതുകൊണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തില് നമുക്ക് ഫണ്ട് ഇനത്തിൽ ഏകദേശം 9 കോടി രൂപയോളം നഷ്ടമാണ് വരാൻ പോകുന്നത്. ഇത് ചെലവഴിക്കാത്തതുകൊണ്ട് 12 കോടിയിൽ മൊത്തം 18% ചെലവാക്കിയതും മുൻ ചെലവാക്കേണ്ട ബില്ലടക്കം വരുമ്പോ മൊത്തം 23% ഈ 12.5 കോടി ചിലവാക്കിയിട്ടുള്ളത്. തികച്ചും ചെയർമാനും ഭരണസമിതിയും പരാജയമായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് കമ്മീഷൻ കിട്ടുന്ന പദ്ധതികൾക്ക് ഊന്നൽ നൽകുകയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ ടെൻഡർ കൂടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെയ്യാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത രീതിയിലാണ് ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് കമ്മീഷൻ കിട്ടുന്ന ഏത് വർക്കും അവരെടുക്കും. അതിനൊരു ചൂരക്കുളം നിങ്ങൾക്ക് 65 ലക്ഷം കൊടുക്കും, 40 ലക്ഷം ബില്ല് മാറി. അതൊക്കെ എന്താ പറയുക, കമ്മീഷൻ കിട്ടുന്ന വർക്കുകൾ. കമ്മീഷൻ കിട്ടാത്ത വർക്കുകൾ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇതൊന്നും ചെയ്യാൻ ചെയർമാനോ ഭരണസമിതിയോ തയ്യാറാകുന്നില്ല. തികച്ചും അഴിമതി ചെയ്യാനുള്ള നീക്കങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണസമിതിയായി നിലമ്പൂർ മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ്. നിലമ്പൂരിന്ന് റെയിൽവേക്ക് ചന്തക്കുന്ന് ടച്ച് ചെയ്യാതെ ഷോർട്ടായി പോകുന്ന ഭാഗമാണ് നമ്മളെ പട്രാക്ക റോഡ്. അതായത് നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന റോഡാണ്. ആ റോഡ് ഫുള്ള് തകർന്നു കിടക്കുക. ഒരു മിനി ബൈപ്പാസായി ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ്. മണലോടി വഴി അങ്ങോട്ട് പട്രാക്ക വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറ്റുന്ന റോഡ് അതുപോലും തകർന്നു കിടക്കുക. അതുപോലെ തന്നെ മാനവ സ്കൂൾ, ആയിരക്കണക്കിന് പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് മാനവ സ്കൂൾ. ആ റോഡ് പറ്റേ തകർന്നു കിടക്കുക. ഏറ്റവും ഇത് പറയുന്ന ബസ് സ്റ്റാൻഡ്, ആയിരക്കണക്കിന് യാത്രക്കാർ വരുന്ന ബസ് സ്റ്റാൻഡിന്റെ എല്ലാ റോഡുകളും കുഴികളാണ്. ഇങ്ങനെ ഏതെടുത്ത് നോക്കിയാലും റോഡുകളായാലും തോടുകളായാലും എല്ലാ സംഭവങ്ങളും പരാജയമായിരിക്കുകയാണ്. ഈ ഫണ്ട് ഇത്രയും ഫണ്ട് ഇട്ട് എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ചെലവഴിക്കുന്നുണ്ട്. എ+ വിഷൻ നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1-ന് VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ, വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.